ശക്തന്റെ തട്ടകത്തിൽ കൗമാര കലാപൂരത്തിന്റെ മൂന്നാം ദിനം പൊടിപൊടിക്കുകയാണ്. സ്വർണ്ണക്കപ്പിനായുള്ള വാശിയേറിയ പോരാട്ടം തുടരുകയാണ്. 487 പോയിന്റുമായി കണ്ണൂർ ജില്ലയാണ് ഇപ്പോഴും മുന്നിൽ. ഇന്നും ജനപ്രിയ ഇനങ്ങളാണ് അരങ്ങിലുള്ളത്. പ്രധാന വേദിയിൽ നിന്നും അജിത് ബാബു ചേരുന്നു. അജിത്ത്, മൂന്നാമത്തെ ദിവസമാണ്. ഇന്നും ജനപ്രിയമായിട്ടുള്ള കാര്യങ്ങളാണ് സ്വാഭാവികമായിട്ടും ഉണ്ടാവുക. നൃത്ത ഇനങ്ങളും മറ്റുമൊക്കെ എവിടങ്ങളിലൊക്കെ നടക്കുന്നു. എന്താണ് അവിടുത്തെ ഒരു വൈബ്? സനീഷെ, വൈബ് പറഞ്ഞറിയിക്കാൻ കഴിയില്ല, അത്രത്തോളം വൈബാണ് ഈ മത്സരത്തിൻ്റെ. നമുക്ക് ആദ്യം ഇതിൻ്റെ ചിത്രം പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണൂരാണ് മുമ്പിലുള്ളത്. 487 പോയിൻ്റാണ്. കോഴിക്കോട് തൊട്ടു മുന്നിലുണ്ട്, അതായത് 483 പോയിൻ്റ് ഉണ്ട്. തൃശ്ശൂരിന് ആതിഥേയരായ തൃശ്ശൂരിന് 481 പോയിൻറ്റും. അതായത് മത്സരം ഇഞ്ചോടിഞ്ചാണ്. കഴിഞ്ഞ തവണ നമുക്കറിയാം, ഒരു പോയിൻ്റായിരുന്നു ഈ വിധി നിർണ്ണയിക്കാൻ കാരണമായത്. നമ്മുടെ ഫ്രെയിമുകളിൽ ഉൾപ്പെടെ ആളുകൾ വന്ന് പോകുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് ആയിരക്കണക്കിന് മനുഷ്യരാണ് പലയിടങ്ങളിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തുന്നത്. കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളമുള്ള ഇടങ്ങളിൽ നിന്ന് ആളുകൾ ഒഴുകിയെത്തുന്ന കാര്യമാണ്. അപ്പോൾ ഇതിൽ നമ്മൾ കാണാത്ത ചില കാഴ്ചകൾ കൂടിയുണ്ട് സനീഷ്. അതായത് ഇതുമായി ബന്ധപ്പെട്ട് പലയിടങ്ങളിൽ നിന്ന് ഇവിടെ എത്തി കച്ചവടം ചെയ്യുന്ന മനുഷ്യരുണ്ട്. ചെറിയ ചെറിയ മാറ്റങ്ങളാണ് അത്, പക്ഷേ വലിയ കാര്യമാണ്. ഇതിപ്പം പാലക്കാട് നിന്നുള്ള രാധാകൃഷ്ണൻ ചേട്ടനാണ് ഇവിടെ എത്തി കടലക്കച്ചവടം നടത്തുകയാണ്. എവിടെയാ? പാലക്കാട് എവിടെയാ? പാലക്കാട് മേലാമുറിയിലാണ്. എന്നാ വന്നത്? വന്ന് 3-4 ദിവസമായി. കച്ചവടമൊക്കെ ഉണ്ടോ? കുഴപ്പമില്ല, അങ്ങനെ പോകണം. അതാണ്, അതായത് പാലക്കാട് നിന്ന് കച്ചവടത്തിനായി ഇവിടെ എത്തിയതാണ്. അങ്ങനെ ഈ കലോത്സവത്തിനോടനുബന്ധിച്ച് ഒരുപാട് മനുഷ്യരുടെ ജീവിതവും ഇങ്ങനെ പച്ച പിടിക്കുന്നുണ്ട്. ഞാൻ രാവിലെ ചായ കുടിക്കാൻ പോയ കടയിലെ ചേട്ടൻ പറയുകയാണ്, ഒരു ദിവസം 100-ന് മുകളിൽ ചായ പണ്ടത്തേക്കാൾ കൂടുതൽ പോകുന്നുണ്ട് എന്ന് പറയുകയാണ്. അതൊരു കലോത്സവം ഉണ്ടാക്കുന്ന മാറ്റമാണ്. നമ്മളിപ്പോൾ പ്രധാന വിധിയിലാണ് നടക്കുന്നത്. അവിടെ കുച്ചിപ്പുടി നടക്കുകയാണ്. സാധാരണ നമുക്കറിയാം, കുച്ചിപ്പുടിയിൽ അങ്ങനെ കാണാനധികം ആളുകൾ ഉണ്ടാവാറില്ല. പക്ഷേ ഇത് ആയിരക്കണക്കിന് മനുഷ്യർ കുച്ചിപ്പുടി ഉൾപ്പെടെ കാണാൻ വരുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അതായത് ഒരു ജനകീയ കലോത്സവമായി ഇതിനെ മാറ്റാൻ തൃശ്ശൂരുകാർക്ക് കഴിഞ്ഞു എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. മാത്രമല്ല, അതിൻ്റെ ജനപ്രീതി എത്രത്തോളമാണെന്ന് വൈകുന്നേരങ്ങളിലൊക്കെ എത്തിയാൽ തൃശ്ശൂർ പൂരം എങ്ങനെയാണോ കൊണ്ടാടുന്നത് അതേ വൈബിൽ, അതേ സ്നേഹത്തിൽ ആളുകൾ ചേർന്ന് നിൽക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. എല്ലാ ഇടങ്ങളിൽ നിന്നുമുള്ള മനുഷ്യർ ഒഴുകിയെത്തുന്നു. മാത്രമല്ല, തൃശ്ശൂരിലുള്ള ആളുകൾ, പ്രായമായവരൊക്കെ എത്തി രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇവിടെ ഇരുന്ന് കലോത്സവം കാണുകയാണ്. പല പല വേദികൾ നോക്കി, നമ്മൾ ഫിലിം ഫെസ്റ്റിവലൊക്കെ വരുമ്പോൾ ഇങ്ങനെ ആപ്പ് നോക്കി പല സിനിമകൾ കാണാനായി പോകുമല്ലോ, അതുപോലെ തന്നെ വേദികൾ നോക്കി അവിടേക്ക് നാടകമുള്ളിടത്തേക്ക് നാടകം ഇഷ്ടപ്പെടുന്നവർ പോകുന്നു. അങ്ങനെ പലയിടങ്ങളിലേക്ക് പോകുന്ന കാഴ്ച അത് കുറച്ച് അത്ഭുതമാണ്. മനുഷ്യർ കലയെ എത്രത്തോളം ചേർത്ത് പിടിക്കുന്നു, തൃശ്ശൂരിൻ്റെ മണ്ണ് എത്രത്തോളം ചേർത്ത് പിടിക്കുന്നു എന്നുള്ളത് അടയാളപ്പെടുത്തുന്ന വൈബാണ് ഇവിടെ എവിടെയും ഉള്ളത്. പലതരത്തിലുള്ള ആളുകൾ ഇവിടേക്ക് എത്തുന്നു. നമുക്ക് ഈ വൈബ്, ഇപ്പോൾ തന്നെ നല്ല വെയിലുണ്ട്, പക്ഷേ ഈ ക്രമീകരണം, അത് ഈ പന്തലിൽ ഉൾപ്പെടെ വെയിലകത്തേക്ക്, ചൂടകത്തേക്ക് വരാത്ത രീതിയിലുള്ള ക്രമീകരണമാണ്. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് ഇവിടെ ഇരിക്കാനൊന്നും വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യമില്ല. അതുതന്നെയാണ് അതിൻ്റെ പ്രത്യേകതയും. വെയിൽ അവർക്ക് ബുദ്ധിമുട്ടില്ലാതെ തന്നെ കാണാൻ കഴിയുന്ന സ്ഥിതി ഉണ്ടാവുന്ന പശ്ചാത്തലമുണ്ട്. ഏതാണെങ്കിലും ഇതിൻ്റെ വൈബ്, തൃശ്ശൂരിലെ കലോത്സവം അതിൻ്റെ ഏറ്റവും പൂർണ്ണതയിൽ. കലോത്സവം കാണാൻ വന്നിട്ട് എങ്ങനെയുണ്ട് അമ്മേ? നല്ല രസമാണോ? കുഴപ്പമില്ല. അതാണ്, ഓരോ ആളുകൾക്കും വളരെ സന്തോഷം നിറഞ്ഞ ഈ കലോത്സവത്തിൻ്റെ വൈബ് എങ്ങനെയുണ്ട്? ഗംഭീര കലോത്സവമാണ്. ഏറ്റവും മനോഹരമായ രീതിയിൽ എല്ലാ രംഗത്തും സജീവമാണ്. പൊതുജനങ്ങളും അതുപോലെ തന്നെ പാർട്ടിസിപ്പൻസും പ്രോഗ്രാം ക്രമീകരണമൊക്കെ വളരെ മനോഹരമായിട്ട് നടക്കുന്നുണ്ട്. സാധാരണ ആകർഷകമല്ലാതെ ആളുകൾ ഒരുപാട് വരാത്ത പരിപാടികളിൽ പോലും നിറയെ ആളുകളുണ്ട്. അതെ. എല്ലാവരും ഒരുപാട് കാഴ്ചക്കാരായിട്ടുണ്ട്. എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. തൃശ്ശൂർ നിറഞ്ഞ പിന്തുണ നൽകുന്നു. തീർച്ചയായിട്ടും. അതാണ്, ഒരു ഹെൽത്തി ആയിട്ടുള്ള മത്സരം നടക്കുന്നു. കുട്ടികൾ പിന്നെ കുറേ കൂടിയൊക്കെ കാര്യങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങി. അത് ഏറ്റവും വലിയ പ്രത്യേകത സനീഷ് എനിക്ക് തോന്നിയത്. കണ്ട് ഈ മത്സരങ്ങളിൽ 1ാം സ്ഥാനം, 2ാം സ്ഥാനം, 3ാം സ്ഥാനം എന്നതിനൊക്കെ അപ്പുറത്തേക്ക് അതിന് തോറ്റാൽ വലിയമായി തകരുകയും വിഷമിക്കുകയും ഒക്കെ ചെയ്യുന്ന കുട്ടികളെയാണ് കാണുന്നതെങ്കിൽ ഇന്ന് കാലം മാറിയിരിക്കുന്നു. കുട്ടികൾ വലിയ ആവേശത്തിൽ മത്സരിക്കുന്നു. അതാണ് വളരെ വലിയ ആവേശകരമായിട്ടുള്ള. നന്ദി അജിത്ത്. എൻ്റെ സമയം കഴിഞ്ഞു പോയതുകൊണ്ടാണ് ഞാൻ കുറച്ചു നേരം കൂടെ റിപ്പോർട്ട് ചെയ്യാൻ അങ്ങോട്ടേക്ക് വരണമെന്നുണ്ടായിരുന്നു, പക്ഷേ സമയമില്ലാത്തതുകൊണ്ടാണ്.